എന്താണ് കുറച്ച് ദിവസം എനിക്ക് ഫോണിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മുന്നേ എന്താണ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ നാട്ടിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഫോൺ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം, എൻ്റെ നാടെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് പാലോട് പെരിങ്ങമലയാണ് എൻ്റെ നാടെന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊരു മലയോര പ്രദേശമാണ്, ഗ്രാമമാണ്. നമുക്ക് പൊന്മുടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പൊന്മുടിയുടെയൊക്കെ താഴെ ഭാഗത്തായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് നമ്മളെ പെരിങ്ങമല എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വീഡിയോസിലൊക്കെ കൂടുതലും വരുന്നത് മലയും പുഴയും കാടും കുന്നും ഒക്കെ തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതലായി ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫേമസ് ആയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ പൊന്മുടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൈമൂർ കുരിശടി വെള്ളച്ചാട്ടം വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾക്ക് അടുത്താണ്, ജില്ലാ കൃഷിത്തോട്ടം അടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പേടിപ്പിക്കുന്ന 1-2 സ്ഥലങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ സുമതി കൊന്നവളം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അത് ഞങ്ങൾക്ക് അടുത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ബോണക്കാട് ബംഗ്ലാവ്, ബോണക്കാട് എസ്റ്റേറ്റ്, അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് അടുത്തായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാനിതിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ കോളേജ്. ഞങ്ങൾക്ക് സ്കൂള്, കോളേജ്, ഹൈസ്കൂൾ എല്ലാം ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഇക്ബാൽ കോളേജ് എന്നാണ് പറയുന്നത്. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ 8 മുതൽ +2 വരെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരുന്നുണ്ട്. 7ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ടീച്ചിങ് ട്രെയിനിങ് കോളേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജ്, അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് ITI പഠിക്കാനുള്ള കോളേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം വേണ്ടതെല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ദൂരോട്ട് പോയി പഠിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും സ്റ്റഡീസിന് വേണ്ടി പോകണമെങ്കിൽ മാത്രമേ ദൂരോട്ട് പോവേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളതെല്ലാം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങളെ സ്വന്തം വയലുകൾ. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും പറഞ്ഞില്ല, ഗ്രാമമായതുകൊണ്ട് തന്നെ വയലും കുന്നും കാടും ഇതൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള വയലാണ്. അപ്പോൾ കുറേയൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് വിളഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഗെയ്സ് നമ്മളിതാ നേരെ പോയിരിക്കുന്നത് നമ്മുടെ ചിറയിലേക്കാണ്. പക്ഷേ ചിറയിൽ ചെന്നപ്പോഴത്തേന് ഞാൻ ഞെട്ടിപ്പോയി ഗെയ്സ്. ഇങ്ങനെയാണ് ചിറ കടന്നത്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഇല്ല, പായലൊക്കെ കയറി ഇലയൊക്കെ വീണ് ആകെ ശോചനീയ അവസ്ഥയിലായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുമ്പോൾ കാണാനായിട്ട് ഒരാളെങ്കിലും കാണും അവിടെ കുളിക്കാനായിട്ട്. ഇപ്പോൾ ആരുമില്ല, ഒരു മോശം അവസ്ഥയിൽ കിടക്കുവാണ്. പിന്നെ ഈ വീഡിയോ നമ്മുടെ ആറിൻ്റെ വീഡിയോ എന്താണെന്ന് ഞാൻ മുന്നേക്കെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇവിടെയും മഴയൊക്കെ ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞ് കിടക്കുവാണ്. അല്ലെങ്കിൽ മക്കൾക്കൊക്കെ കുളിക്കാനായിട്ടൊക്കെ നല്ല രസമായിട്ടാണ്. നീന്തൽ പഠിക്കാനും കുളിക്കാനും ഒക്കെ വലിയ താഴ്ചയില്ലാത്ത സ്ഥലമായതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ ജില്ലാ കൃഷിത്തോട്ടത്തിലേക്കൊക്കെ പോകാമെന്നുള്ള ഇതിലാണ് പോയത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല. അതുപോലെ ഇക്കൊക്കെ സമയമില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഒരു ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സംഭവങ്ങളെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു പേപ്പർ മില്ലായിരുന്നു. ഇപ്പോൾ അടച്ച് പൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. എന്തോ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെയൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇത് പൂട്ടിക്കിടക്കുകയാണ്. എന്ത് പ്രശ്നമാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബനാന നഴ്സറി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേനുമാണ് നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടം വരുന്നത്.
നമുക്ക് എന്താണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അകത്ത് കയറാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അകത്തേക്ക് എന്താണ് നല്ല രസമാണ്, കൃഷിയും കാര്യങ്ങളും നല്ല രസമായിട്ട്. ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ പ്രത്യേകിച്ച് തന്നെ ചെയ്യാമേ. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൻ്റെ കൂടെ എടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഇത് പ്രത്യേകിച്ച് എടുത്താലേ പറ്റും. നല്ല രസമാട്ടോ ഇതിൻ്റെയൊക്കെ അകം കാണാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യാവേ. പിന്നെ ഇതൊക്കെ എന്താണ് അവിടെ ക്വാർട്ടേഴ്സ് പോലെയുള്ള ബിൽഡിങ്സാണിത്. ഒരു സൈഡിലാണെങ്കിൽ കുറേ ബിൽഡിങ്സൊക്കെ എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടപ്പുണ്ട്. ഇപ്പോഴത്തെ അങ്ങനെ ഗൈസ് ഇതാണ് നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടം. അതിൻ്റെ എൻട്രി ഭാഗമാണ് കേട്ടോ, മുൻഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ സൺഡേ ആയതുകൊണ്ട് നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് പ്രത്യേകം ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ലഗമൊക്കെ നല്ല രസമാണ്. ഇവിടെ നമുക്ക് കയറിയിട്ട് ഇവിടെ നിന്ന് എന്താണ് നല്ല നാടൻ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ, വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും. അങ്ങനെ നമ്മളിവിടെ നേരെ പോയത് മങ്കയത്തോട്ടാണ്. എന്താണ് കുരിശടി വെള്ളച്ചാട്ടമില്ലേ, ബ്രെയിമർ അങ്ങോട്ടാണ് പോയത്. പക്ഷേ അവിടെയും നമ്മൾ പോയിട്ട് എന്താണ് 4:30 മണി 5 മണി വരെ അവിടെ കയറ്റി വിടത്തുള്ളൂ. അപ്പം നമ്മൾ ചെന്നപ്പോൾ 4:30 മണിയായി. അപ്പോൾ അവരൊന്നും ഇപ്പോൾ ചെന്നാലും നിങ്ങൾ അരമണിക്കൂറിനകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് അങ്ങോട്ട് പോകേണ്ട, കാരണം ഇക്കാക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ എന്താണ് ജസ്റ്റ് ഇവിടെ ഒന്ന് എൻട്രി കാണിച്ചു തരാനായിട്ട് വന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് എന്താണ് വേറെ ചെയ്യാവേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.